ദേവരാജ മാസ്റ്ററുടെ വീട്ടിൽ ഞാനുള്ളപ്പോൾ ദേവരാജ മാസ്റ്റർ ചിലപ്പോൾ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സന്ദർശകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ഈ സന്ദർഭങ്ങളിലൊക്കെ ലാൻഡ് ഫോൺ എടുക്കേണ്ട ജോലി എനിക്കാണ്. അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തർ വിളിക്കുമ്പോഴും എനിക്ക് ആരാണെന്ന് അറിയാം. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വിളിയിൽ അഭിസംബോധനയിലും ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മാസ്റ്റർ വിളിക്കുന്നത് ദേവരാജൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന 2 വ്യക്തികളേ ഉള്ളൂ. 3 വ്യക്തികൾ. അത് പ്രധാനമായിട്ടും മിക്കവാറും വിളിക്കുന്ന 2 പേരാണ്. ഒന്നത് KPSCയുടെ സ്ഥാപകനായിരുന്ന അഡ്വക്കേറ്റായിരുന്ന ശ്രീ ജനാർദ്ദനക്കുറുപ്പ് സാറായിരുന്നു. അദ്ദേഹം ആധികാരികതയിലാണ് വിളിക്കുന്നത്. ദേവരാജനുണ്ടോ എന്ന ചോദ്യം ആധികാരികത കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ മാസ്റ്ററോട് പറയും, കുറുപ്പ് സാർ വിളിക്കുന്നു. അപ്പോൾ മാസ്റ്ററും അതീവ ബഹുമാനത്തോടെ കുറുപ്പ് ചേട്ടാന്ന് തിരിച്ച് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പങ്കജാക്ഷൻ നായർ ഒരാളുണ്ട്. പട്ടത്ത് MN ലേനിൽ താമസിക്കുന്ന അദ്ദേഹം LICയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു. ആൾക്കാരെയൊക്കെ സഹായിക്കാൻ സന്മനസ്സുള്ള പങ്കജാക്ഷൻ നായരുടെ വീട്ടിലാണ് മാസ്റ്റർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നതും ഇടവേളകളിൽ തങ്ങിയിരുന്നതൊക്കെ അവരുടെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെല്ലമ്മ എന്ന് വിളിക്കുന്ന ചെല്ലമ്മ ചേച്ചി ഒരു സഹോദരനെ പോലെയാണ് ദേവരാജ മാസ്റ്ററെ കണക്ക് കൂട്ടിയിരുന്നത്. അവരുടെ മക്കളായ വാവ ചേച്ചി, ഷായി ചേച്ചി, അവരുടെ മകൻ, ഇവരൊക്കെ മാസ്റ്ററിൻ്റെ വാത്സല്യത്തെ മാസ്റ്റർ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ കുട്ടികൾ. ഇന്ന് അവരൊക്കെ വലുതായി. ഇപ്പോഴും ദേവരാജ മാമൻ എന്ന് പറയുമ്പോൾ അവർക്ക് അത്രയേറെ വാത്സല്യം ഉറ്റയിക്കുന്നതാണ്. അതുപോലെ മാസ്റ്റർ KPSC നാടകത്തിന് ബോംബെയിൽ പോയപ്പോൾ പങ്കജാക്ഷൻ നായരുടെ മകനെ കൂടെ കൊണ്ടുപോയി ബോംബെ നഗരമൊക്കെ കാണിച്ചു കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ അവർക്ക് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കുടുംബ ബന്ധത്തിനേക്കാൾ ഉപരിയായിട്ടൊരു ബന്ധമാണ് പങ്കജാക്ഷൻ നായരുടെ കുടുംബവുമായിട്ട്. ഈ പങ്കജാക്ഷൻ നായരുടെ ഭാര്യ ചെല്ലമ്മച്ചി എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അമ്മയുടെ ചേച്ചി. അങ്ങനെ ഞാനും മാസ്റ്ററുമായിട്ടുള്ള ബന്ധം പോലെ വേറൊരു അടുപ്പം. ഞങ്ങൾ ഈ 2 വശങ്ങളിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയാണ് ഇവർ. അപ്പോൾ 2 രീതിയിലും മാസ്റ്റർക്കുള്ള ബന്ധം പോലെ തന്നെ എനിക്കും ഇവരുമായിട്ടൊരു അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാദൃച്ഛിക സംഗതി ആയിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കുടുംബത്തിലെ എല്ലാവരുമായിട്ടും എനിക്കും വലിയ ബന്ധമാണുള്ളത്. ഇപ്പോഴും ഞങ്ങൾ അവരെയൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്, മാസ്റ്ററിൻ്റെ കാര്യം പറയാറുണ്ട്. അപ്പോൾ പങ്കജാക്ഷൻ നായർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു ദിവസം ഇതേപോലെ ഇങ്ങനെ വിളിച്ചിരുന്നു, എനിക്ക് ദേവരാജനെ കാണണം. അങ്ങനെ ഞാനും മാസ്റ്ററും കൂടെ അവിടുത്തെ പേവാർഡ് KHRWSൻ്റെ പേവാർഡിൽ പോയി കാണുകയും ദേവരാജ മാസ്റ്ററിനെ കൈ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞതും ആശ്വസിപ്പിക്കുന്നത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. മാസ്റ്റർ അതീവ ദുഃഖത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തതും അതിനുശേഷം പോയതൊക്കെ ഓർക്കും. എപ്പോഴും മാസ്റ്റർ അവരുടെ കാര്യം പറയുമായിരുന്നു. എവിടെ ഫംഗ്ഷൻ നടത്തിയാൽ അവരെയൊക്കെ മാസ്റ്റർ ആ സദസ്സിലേക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അതിന് പറഞ്ഞു വന്നത് കുറുപ്പ് സാറിൻ്റെ കാര്യത്തിലേക്കാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ KPSCയുടെ 50 വർഷം ആഘോഷിക്കുന്ന വേളയാണ് കായംകുളത്ത്. അപ്പോൾ മാസ്റ്റർക്ക് ഒരു അവാർഡുണ്ട്. അങ്ങനെ ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാവരും അവർ വിളിച്ചിട്ടുണ്ട്, വന്ന് വിളിച്ചിരുന്നു. PK വാസുദേവൻ നായർ സാറായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ കമ്മിറ്റിയുടെ ചെയർമാനൊക്കെ. രാവിലെ ആയപ്പോൾ മാസ്റ്ററിൻ്റെ അടുത്തോണ്ട്, എടാ നമുക്ക് എറണാകുളത്ത് പോകണം. ഞാൻ പറഞ്ഞു, മാസ്റ്റർ ഇന്ന് കായംകുളത്ത് അവാർഡുള്ളതല്ലേ, നീ വാ, നമുക്ക് എറണാകുളത്തിന് പോകണം, നീ റെഡി ആവാൻ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് റെഡിയായി സ്റ്റേഷനിൽ ചെന്ന് പരിസരൻ എക്സ്പ്രസ്സിൽ കയറി ഞാനും മാസ്റ്ററും കൂടി എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്ത്. എനിക്കൊന്നും മനസ്സിലായില്ല. എറണാകുളത്തിറങ്ങി നോർത്തിലിറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മാസ്റ്റർ ഒന്നും പറയത്തില്ല, എവിടെ പോകുന്ന നമ്മൾ അനുസരിച്ചോണം. അങ്ങനെ കരൂരിലേക്ക് ഞങ്ങൾ ഒരു ഓട്ടോയിൽ വന്നിറങ്ങി. മാതൃഭൂമിയുടെ ഓഫീസിന് സൈഡിൽ റോഡാന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. അങ്ങനെ ഒരു വലിയ വീടിൻ്റെ വിശാലമായ മുറ്റത്ത് ഞങ്ങൾ ഓട്ടോയിൽ വന്നിറങ്ങി. അപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും നിരവധി വലിയ കാറുകൾ കിടക്കുന്ന കാഴ്ച. മുറ്റത്ത് അതിവിശാലമായ ഒരു പന്തലിൽ കുറേയധികം ആൾക്കാർ വട്ടം കൂടി സംസാരിക്കുന്നുണ്ട്. ഒരു ഇടതുവശമായിട്ടുള്ള പന്തലിൽ നിരവധി പേര് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ മാസ്റ്റർ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കൂട്ടം ഒരാൾ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വരുന്നു. അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്, ഇത് കുറുപ്പ് സാറല്ലേ? അതെ, അഡ്വക്കേറ്റ് ജനാർദ്ദനക്കുറുപ്പ്.
അദ്ദേഹം തന്നെ. അദ്ദേഹത്തെപ്പറ്റി ഒന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അദ്ദേഹമാണ് KPAC എന്ന സംഘടന, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് എന്ന സംഘടന സ്ഥാപിക്കുന്നത്. അദ്ദേഹം തിരുവനന്തപുരത്ത് LLBക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമകാലീനായിരുന്ന രാജഗോപാലൻ നായർ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു നാടകം അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ചിന്തയിൽ ഉദിക്കുന്നതും. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് എൻ്റെ മകനാണ് ശരി എന്നൊരു നാടകം അവതരിപ്പിക്കുന്നത്. അന്ന് ഈ KPAC എന്ന സംഘടനയ്ക്ക് പേരിടാനൊരു കാര്യമുണ്ട്. അന്ന് ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കലാപ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയായിരുന്നു IPTA, ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റേഴ്സ് അസോസിയേഷൻ. അന്ന് കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും ആൾക്കാർ ബോംബെ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ സമ്മേളിക്കുമായിരുന്നു. അങ്ങനെ സംഘഗാനങ്ങൾ അവതരിപ്പിക്കുക, നാടകങ്ങൾ അവതരിപ്പിക്കുക, വിവിധ ഭാഷക്കാർ ഒക്കെ ഒത്തുകൂടിയിരുന്നു. അതിൽ MB ശ്രീനിവാസനൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ആ രീതിയിൽ അവർ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് രൂപീകരിക്കുകയും ഈ നാടകം അവതരിപ്പിക്കുകയും ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിലാണ് മാസ്റ്റർ വിദ്യാഭ്യാസം BA ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് സംഗീത കച്ചേരി അവതരിപ്പിച്ച് തുടങ്ങുന്നത്. അങ്ങനെ തൻ്റെ സുഹൃത്ത് ONV സാറിൻ്റെ കവിതാ പുസ്തകത്തിൽ നിന്നും പൊന്നരുവാൾ അമ്പിളി എന്ന് തുടങ്ങി താമരപ്പൂങ്കാമരത്തിൽ താമസിക്കുന്നവളെ എന്ന മാപ്പിളപ്പാട്ട് വൃത്തത്തിൽ എഴുതിയ കവിതയെ ദേവരാജ മാസ്റ്റർ തൻ്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി. അപ്പോൾ കൊല്ലത്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജനൈകമായിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരുണ്ടായിരുന്നു. അവരെല്ലാം കൊല്ലത്ത് ഒരു ലോഡ്ജിൽ കൂടുമായിരുന്നു. ആ വിശ്രമ വേളകളിൽ ഈ പൊന്നരിവാൾ ഇവരുടെ ഇടയിൽ പാടും. അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെയാണ് AK ഗോപാലൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമുന്നതനായ നേതാവ്, ജയിൽ വിമോചിതനായിട്ട് വരികയും അദ്ദേഹത്തിന് അന്ന് കൊല്ലം SM കോളേജിൻ്റെ പരിസരത്ത് വെച്ച് ഒരു സ്വീകരണം ഏർപ്പാടാക്കാൻ അന്നത്തെ സ്റ്റുഡൻസ് ഫെഡറേഷൻ SF എന്നാണ് അതിൻ്റെ പേര്, ഭാരവാഹികൾ തീരുമാനിക്കുന്നത്. അങ്ങനെ അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ദേവരാജൻ മാസ്റ്റർ സുഹൃത്തുക്കൾ പറഞ്ഞ് ദേവരാജനൊരു പാട്ട് പാടണം, ആ പൊന്നരിവാൾ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് വേദിയിൽ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും, ആ കൂടിയിരിക്കുന്നവർക്കൊക്കെ രസകരമായി അനുഭവപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം മാസ്റ്റർ AKGയുടെ സ്വീകരിക്കുന്ന ആ ചടങ്ങിൽ ഈ പാട്ട് അവതരിപ്പിച്ചു. അന്ന് അവിടെ കൂടുന്ന എല്ലാ ജനങ്ങളും ഒരുപോലെ ആസ്വദിച്ചു ആ പാട്ട്. ഇത് അന്നവിടെ ഈ സദസ്സിലുണ്ടായിരുന്ന ജനാർദ്ദനക്കുറുപ്പും രാജഗോപാലൻ നായരും വിചാരിച്ചു, തങ്ങൾ പുതിയ ഒരു നാട് അവതരിപ്പിക്കുന്നു, അതിൽ ഉൾപ്പെടുത്തിയാൽ എന്താണെന്ന് അവർ ആലോചിക്കുന്നു. അങ്ങനെ അവർ പുതുതായിട്ട് ഒരു നാടകം അവതരിപ്പിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുകയാണ്. തോപ്പിൽ വാസി ഒളിവിൽ നിന്നുകൊണ്ട് എഴുതിയ ഒരു നാടകമായിരുന്നു അത്, സോമൻ എന്ന തൂലികാ നാമത്തിൽ. ആ നാടകത്തിൽ ഈ പാട്ട് അന്ന് തമിഴ് ഹിന്ദി ഗാനങ്ങളുടെ മട്ടിൽ പാട്ടെഴുതി തയ്യാറാക്കിയാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരുന്നത്. ഏകദേശം 23 പാട്ടോളം അങ്ങനെ ഉണ്ടായിരുന്നു. ഈ പാട്ട് അവർ ഉൾപ്പെടുത്തി. പക്ഷേ ദേവരാജ മാസ്റ്റർ അനുവാദം മേടിച്ചില്ല. പക്ഷേ അതൊരു ശരിയല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ദേവരാജ മാസ്റ്റർ കണ്ട് പറഞ്ഞു, ഞങ്ങൾ പാട്ടെടുത്തിട്ടുണ്ട്, കൂടാതെ 2-3 പാട്ടുകൾ കൂടെ സ്വതന്ത്രമായി ഇതുപോലെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നരിവാൾ അമ്പിളിയിൽ പാടുന്ന വേദികളിലൊക്കെ ആൾക്കാർ ഇഷ്ടം പോലെ കൂടിയിരുന്നു. നാടകത്തിന് ആസ്വാദ്യതയും വർദ്ധിച്ചു. അങ്ങനെയാണ് 2-3 പാട്ടുകൾ ഉൾപ്പെടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ പറയുകയും മാസ്റ്റർ അങ്ങനെ KPACയുടെ ഒരു സംഗീത സംവിധാനമായി തീർന്നു. ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തു. അപ്പോൾ ആ KPAC സ്ഥാപിച്ച അദ്ദേഹമാണിത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത്, അദ്ദേഹം ഓടി വന്നുടനെ എൻ്റെ ദേവരാജൻ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നിർനിമേഷരെ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ്. രണ്ടുപേരും കണ്ണുകൾ തമ്മിലടഞ്ഞു. സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ആത്മസൗഹൃദത്തിൻ്റെ ഒരു ദൃഢതയാർന്ന രംഗമാണ് എനിക്കവിടെ കാണാൻ കഴിഞ്ഞത്. രണ്ടുപേരും ആലിംഗനം ചെയ്തിട്ട് ഒരു കാര്യം ചോദിച്ചു, ദേവരാജന് ഇന്ന് KPACയുടെ അവാർഡ് കായംകുളത്തുള്ളതല്ലേ, അതിൻ്റെ 50 വർഷം തികയുന്നതല്ലേ? അപ്പോൾ ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, എൻ്റെ KPAC ചേട്ടനാണ്, ചേട്ടൻ്റെ കണ്ണുകളിൽ ഞാൻ KPACയെ കാണുന്നു. അപ്പോൾ അത് ആലോചിക്കണം, ജനാർദ്ദനക്കുറുപ്പ് സാറിൻ്റെ
84-ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേദിയാണത്. അവിടേക്കാണ് KPSCയുടെ 50 വർഷത്തിൻ്റെ അവാർഡ് മേടിക്കാതെ ദേവരാജ മാസ്റ്റർ തന്നെ ദേവരാജൻ എന്ന പേര് സംഗീത സംവിധായകനാക്കി തീർത്ത കുറുപ്പ് സാറിൻ്റെ 84-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എറണാകുളത്തെ പൗരാവലി മൊത്തം ഒന്നു ചേർന്നിരിക്കുന്ന ആ വേളയിൽ ഓടിയെത്തിയത്. കുറുപ്പ് സാറിന് വല്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, എല്ലാവരും കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പം അവിടെ നിന്നവർക്കൊക്കെ മാസ്റ്ററെ കണ്ട് സന്തോഷമായി. അവരൊക്കെ കാണാൻ കൊതിച്ചിരുന്ന വ്യക്തിയാണ്. സംസാരിക്കുകയും പോകാൻ നേരത്തെ ഞങ്ങൾ ദേവരാജൻ മാസ്റ്റർ അടുത്ത് നിന്ന് കുറുപ്പ് സാർ ഒരു കാര്യം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, ദേവരാജൻ അതിന് എതിർപ്പ് പറയില്ല. അതെന്താ? എൻ്റെ ഒരു ആഗ്രഹമാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആഗ്രഹം നടത്തി തരണം. ഒരു എതിരും പറയില്ല. പറയൂ, എന്താണെന്ന് കേൾക്കട്ടെ. അത് ഇന്ന് എൻ്റെ ജന്മദിനത്തിന്, ഇന്ന് എന്നെ 84 വയസ്സ് തികയാണ്. ദേവരാജൻ വന്നു. ദേവരാജൻ്റെ 75-ാം ജന്മദിനം ഞാൻ ആഘോഷിക്കും. അത് എൻ്റെ കടമയും അവകാശവുമാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ, ആ വാത്സല്യത്തിന് മുമ്പിൽ, ആ അധികാരത്തിന് മുമ്പിൽ മാസ്റ്റർ ഒന്നും മിണ്ടാതെ മൗന അനുവാദം കൊടുത്തു. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും വരികയുള്ളൂ, തിരുവനന്തപുരത്ത് ആഘോഷം സംഘടിപ്പിക്കുന്നൊക്കെ പറഞ്ഞ മാസ്റ്റർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ഒരാളാണ്. പക്ഷേ കുറുപ്പ് സാറിൻ്റെ മുമ്പിൽ മാസ്റ്റർക്ക് ഒരു എതിർവാചിക്കില്ല അവിടെ. അങ്ങനത്തെ ഒരു ബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നു.